ഹായ് ഗായ്സ്, നമ്മളിന്ന് ശിവൻകോവിലിൽ പോവാണ് കേട്ടോ. അവിടെ ഉത്സവമാണ്. നമ്മൾ വഴി കൂടെ പോണ അവിടെയുള്ള തോടാണ്. വെള്ളച്ചാട്ടമൊക്കെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ദേ നോക്ക്, ആ കാണുന്നത് പാലം, അതിൻ്റെ അപ്പുറത്ത് വെള്ളച്ചാട്ടം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് അവിടുത്തെ വെള്ളച്ചാട്ടം. കണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടം. ഇവിടെ മഴ പെയ്യുമ്പോൾ ശരിക്കും വെള്ളം വരും. തോട് നിറഞ്ഞാണ് ആ വെള്ളച്ചാട്ടം വരുന്നത്. ഇനി നമുക്ക് പോകാം. നമ്മൾ ഈ വയലിൽ കൂടെയാണ് പോകുന്നത്. വെള്ളം കൂടുതലായ ചാടിക്കയക്കാൻ നല്ല പ്രയാസമായൊരു പാലം ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതാണ് ആ പാലം. ഞാൻ ഇപ്പം കടന്നു തരാം. ഈ വെള്ളം കൃഷിക്കാർക്കൊക്കെ നല്ല ഉപയോഗമുണ്ട്. ഇനി നമുക്ക് പോകാം. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കോവിലായി. ഇവിടെ കുറേ വാഴ നട്ടിട്ടുണ്ട്. അപ്പം ശരി, നമുക്ക് പോകാം. പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. ദേ വേറൊരു പാലം എത്തി, രണ്ടാമത്തെ പാലമാണിത്. ഇനിയിപ്പം നമ്മൾ കോവിലെത്തിയിരിക്കുന്നു. ലൈറ്റ് ഉണ്ട്. കോവിലിൻ്റെ അകത്ത് ആന ഉണ്ടായിരുന്നു. കോവിലിൻ്റെ അകത്ത് കുറേ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആന ഓല നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആനയെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയി. ഞാനും പോയി. നമുക്കിനി ലൈറ്റ് കാണാൻ കുറച്ച്. കോവിലിൻ്റെ അകത്ത് കുറേ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആന നല്ലത് നോക്കി തിന്നുകയാണ്. ആന ചെവിയാട്ടുന്നത് കണ്ടോ. എല്ലാവരും ഫോട്ടോ എടുത്തപ്പോൾ ഞാനും ചെന്ന് ഫോട്ടോ എടുത്തിട്ടോ. കുറേ എടുത്തു ഞാൻ. കണ്ടോ, മരത്തിലൊക്കെ നല്ല ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈറ്റും കണ്ടോണ്ട് കടയിലേക്ക് പോവേണം കേട്ടോ. എന്ത് രസമുള്ള ലൈറ്റ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാതി എത്തി കേട്ടോ. കട എത്തി. അവിടെ കുറേ ലൈറ്റൊക്കെ കാണാം. കുറേ പടങ്ങളൊക്കെ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. രാത്രി കാണാൻ നല്ല ഭംഗിയായി ഇതൊക്കെ. ശിവനും പാർവതിയും ഗണപതിയും കൂടി ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ശിവ ഇരിപ്പുണ്ട് മുകളിൽ. സ്നേക്ക് ആൻഡ് ലാഡർ നോക്കി വന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ബബിള് വാങ്ങിച്ചു. അവിടെ നിന്ന് തന്നെ ഞാൻ ബബിൾ ഊതുകയാണ്. നല്ല രസമുണ്ട്. നമ്മളിതാ വന്ന വരി കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇനി പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ടാറ്റ, ബൈ ബൈ.